പ്രിയപ്പെട്ടവരെ, എന്നാൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ശക്തിയുള്ള ഒരു ജപമാലയാണ് ജപമാലയിലെ മഹിമയുടെ രഹസ്യങ്ങൾ. കാരണം ആ രഹസ്യങ്ങളെ ദിവ്യകാരന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ അമ്മ സ്വയം ഒരു ചലിക്കുന്ന അരളിക്കയായി തീർന്നുകൊണ്ട് ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുമ്പിൽ ഈശോയെ ആരാധിക്കുവാനായിട്ട് ഉയർത്തിക്കൊണ്ട് ഒരു ദിവ്യകാരനെ അരളിക്കയായിട്ട് മാറിയ ഒരു രഹസ്യം ഉൾക്കൊള്ളുന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ സന്തോഷത്തിന്റെ രഹസ്യങ്ങളെ ദിവ്യകാരന്റെ രഹസ്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും വേഗം ചെല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു ജപമാലയാണ് ദുഃഖത്തിന്റെ രഹസ്യം. കർത്താവ് ശംശിഹ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്തം വീർത്തു. കർത്താവ് ശംശിഹയെ യഹൂദന്മാർ ചമട്ടുകളാൽ അടിച്ചപ്പോൾ അവിടെ അനുഭവിച്ച പീഡകളെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവ് ശംശിഹയുടെ തിരിശിരസിൽ യഹൂദന്മാർ മുൾക്കിരീടം തറച്ചപ്പോൾ അവിടെ അനുഭവിച്ച പീഡകളെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവ് ശംശിഹ തനിക്ക് ഏറ്റവും അവമാനം വ്യാകുലം ഉണ്ടാകാൻ വേണ്ടി പാരമ്പര്യ കുരിശുമരവും വഹിച്ചുകൊണ്ട് ഗാഗുൽത്താലിയിൽ പോയതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇങ്ങനെ വളരെ എളുപ്പം ചെല്ലി തീർക്കാവുന്ന രഹസ്യങ്ങളാണ് അതിന്റെ പ്രാർത്ഥനകൾ. എന്നാൽ ദുഃഖത്തിന്റെ രഹസ്യത്തിന്റെ ആ ഭീകരത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ ബോംബെയിൽ ജോലിക്ക് പോയിട്ട് അവിടുന്ന് അവൻ ഒരു ഞായറാഴ്ച റെസ്ട്രീറ്റിലേക്ക് കടന്നു ചെന്നു. അവന്റെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ നിർബന്ധത്തിനും സമ്മർദ്ദത്തിനും ഒക്കെ വഴങ്ങി അവൻ വ്യഭിചാരം ചെയ്യാനായിട്ട്, അത്തരത്തിലൊരു പാപം ചെയ്യാനായിട്ട് റെസ്ട്രീറ്റിൽ കടന്നു ചെന്നു. അവനൊരു സ്ത്രീയെ സമീപിച്ചപ്പോൾ അവൾ അവന്റെ വസ്ത്രം അഴിക്കാൻ തുടങ്ങിയപ്പോൾ ജപമാലയിൽ അവളുടെ കൈ തട്ടി. അവളുടെ കൈ പൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായി. അവൾ കാറിക്കൊണ്ട് ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ പാപത്തിൽ നിന്ന്, ആ പാപ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞവൻ തിരിച്ചവന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിനും പോയില്ല. നമ്മൾ അണിയുന്ന ജപമാലയുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ജപമാല ചെല്ലി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഭക്തിയും മാധ്യസ്ഥവുമുള്ള ഒരു ദൈവകൃപയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറിയാലേ നമുക്ക് അതിന്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു ടോക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ അമ്മയിലെ 7 പുണ്യങ്ങളാണ്.